ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയർ ബാൻഡ് വെച്ചിട്ടുള്ളൊരു ഹെയർ ബോയും പിന്നെ ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഒരു മാലയും ആട്ടോ. ഇത് ബിഗിന്നേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആട്ടോ. പെട്ടെന്ന് ഒരു വിത്തിൻ 5 മിനിറ്റിൽ ചെയ്തെടുത്തിട്ട് സെയിലാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർഫുൾ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 2 എൻ ബീഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബോ ബീഡ്സും കുറച്ച് ബട്ടർഫ്ലൈ ബീഡ്സും ഉണ്ട് കേട്ടോ. പിന്നെ മാല കോർക്കാനായിട്ട് 2 ജെം റിങ്സും ഒരു കൊളുത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കട്ടോ. ആദ്യം നമുക്ക് ഹെയർ ബോ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ B70,000ൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വയർ ബാൻഡിൻ്റെ തെറ്റത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എൻഡ് ക്യാപ്പ് ഇട്ടിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വൈറ്റ് പേൾ ബീഡ്സ് കോർത്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു 15 ബീഡ്സ് ആട്ടോ. ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിലും 15 ബീഡ്, പിന്നെ ഇപ്പുറത്തെ സൈഡിലും 15 ബീഡ്, ആ രീതിയിലാട്ടോ വൈറ്റ് പേൾ ബീഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കോർത്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ ഇടയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും അത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് അവിടെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പേൾ ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ബട്ടർഫ്ലൈ ബീഡാട്ടോ കോർത്തെടുക്കുന്നത്. ഞാനിവിടെ 4 ഷെയ്ഡിലുള്ള എടുത്തിട്ടുള്ളത്. അത് ഗ്രീന്, ബ്ലൂ, പിങ്ക്, റോസ്, ഈ കളറാട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്, ഡിസൈൻ അനുസരിച്ച് പല രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബട്ടർഫ്ലൈ ബീഡിൻ്റെ ഇടയിലും വൈറ്റ് പേൾ ബീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് ബോ ബീഡാട്ടോ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഇടയിലും പേൾ ബീഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോർത്തതിന് ശേഷം ഇതിൻ്റെ ഇടയിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കോർത്തെടുക്കുന്ന ഇടയിൽ എൻ്റെ ശ്രദ്ധക്കുറവ് കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ കേട്ടോ അപ്പുറത്തും ചെയ്തെടുക്കുന്നത്. അപ്പുറത്തും ബട്ടർഫ്ലൈ ബീഡ് കോർത്തെടുത്തതിൻ്റെ ശേഷം വൈറ്റ് പേൾ ബീഡും കൂടെ കോർത്തെടുക്കാം കേട്ടോ. അത് ചെയ്തെടുക്കുമ്പോൾ ഇടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാട്ടോ എനിക്ക് പറ്റിയൊരു അബദ്ധം പറ്റിയത്. ഞാനിവിടെ ഇപ്പുറത്ത് 15 ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അവിടെ 12 ബീഡ് കോർത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ എൻഡ് ക്യാപ്പ് ഇട്ടിട്ടൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പുറത്തുനിന്ന് അത് ഊരിയെടുത്തിട്ട് ബീഡ്സ് കോർത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ബോ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്, കളർഫുള്ളായിട്ട്. അവിടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഏത് ഡ്രസ്സിക്കും മാച്ചാട്ടോ ഇങ്ങനത്തെ ബോയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ബീഡ്സ് ഇടുമ്പോൾ ഇടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ ഈ ബട്ടർഫ്ലൈ ബീഡും ബോ ബീഡൊക്കെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്താൽ അവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പം ഇനി അടുത്തത് നമുക്ക് ബ്രേസ്ലെറ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക് ബാൻഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വലിഞ്ഞ് വരുന്ന ഇലാസ്റ്റിക് ബാൻഡ് ആട്ടോ. ഇത് നമ്മളുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതെൻ്റെ മകളുടെ അളവിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഹെയർ ബോൾ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഒരു 6 വൈറ്റ് ബീഡും പിന്നെ 2 അപ്പുറത്തും ഇപ്പുറത്തും 2 ബട്ടർഫ്ലൈ ബീഡ് വരുന്ന രീതിയിൽ 4 ബട്ടർഫ്ലൈ ബീഡും പിന്നെ ഒരു ബോ ബീഡും കൂടി ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബട്ടർഫ്ലൈ ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോ ബീഡും പിന്നെ അപ്പുറത്ത് 2 ബട്ടർഫ്ലൈ ബീഡും ഈ രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തിട്ടുള്ളൂ. ഞാൻ നന്നായിട്ട് കെട്ടിയിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ബാലൻസ് വരുന്നതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന്
ലൈറ്റർ പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ബ്രേസ്ലെറ്റ് റെഡിയായി. ഇനി നെക്സ്റ്റ് നമുക്ക് മാല ഒന്ന് കോർത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൈലോൺ ബാൻഡ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തെറ്റത്ത് ജംറിങ്സ് ഒരു ജംറിങ് ഇട്ടിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സൈഡിലുമായിട്ട് 20 വൈറ്റ് ബീഡും പിന്നെ 4 ബട്ടർഫ്ലൈ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 പിന്നെ സെൻറ്ററിൽ 3 ബോ ബീഡും അങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഹെയർ ബോ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. കാരണം കുറച്ച് പേളും ഇതേപോലെ കളർഫുൾ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല വെറൈറ്റിയിലും ഇത് ഹെയർ ബോയും ബ്രേസ്ലെറ്റും മാലയൊക്കെ പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എൻഡിലും കൂടിയിട്ടൊന്ന് ജംറിങ്സ് ഇട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് കൊളുത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാനുള്ളതുള്ളൂ കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസയൊക്കെ ആവില്ലേ, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബായ്.